നിലമ്പൂരിൽ അംഗം മുറുകുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവറിന്റെ പോരാട്ടം. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നൽകിയ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയതിന് പിന്നാലെയാണ് സ്വതന്ത്രനായുള്ള പോരാട്ടം. ചിഹ്നത്തിന്റെ കാര്യത്തിൽ മറ്റന്നാൾ തീരുമാനമുണ്ടാകും. VD സതീശനുള്ള UDFിലേക്ക് ഒരിക്കലുമില്ലെന്ന് ആവർത്തിക്കുകയാണ് അൻവർ. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ അവസാനം വരെ PV അൻവറിനായുള്ള അനുനയ നീക്കം തുടരുമെന്നാണ് VS ജോയ് ഇന്ന് പറഞ്ഞത്. അൻവർ വിഷയത്തിൽ UDF ഗതികേടിലെന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. ഇന്നത്തെ ആ പ്രതികരണങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ആ നിർണയ ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു, എല്ലാവരും നടത്തിയിരുന്നു, ഒരുമിച്ചാണ് നടത്തിയത്. അത് നടക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിന്റെ അവസാനം വരെ ഉണ്ടാവുമല്ലോ. എല്ലാവരും ഉൾക്കൊണ്ട് എല്ലാവരുടെ വോട്ടും വാങ്ങാൻ എല്ലാ തരത്തിലുള്ള അനുനയം നടക്കും. അൻവറുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗവും ഞങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി എന്ന് പറയാൻ സാധിക്കാതെ UDFിന്റെ ഗതികേട് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ദയനീയമാണ് UDFിന്റെ ഒരു അവസ്ഥ. UDFിന്റെ അകത്ത് സംഘർഷമാണ്, കോൺഗ്രസിന്റെ അകത്ത് സംഘർഷമാണ്, കോൺഗ്രസും ലീഗും തമ്മിൽ സംഘർഷമാണ്, ഓരോ വിഭാഗവും തമ്മിൽ സംഘർഷമാണ്. ആ സംഘർഷം തുടരുകയാണ്. അത് ജനമല്ലേ തീരുമാനിക്കേണ്ടത്. PV അൻവർ അല്ലല്ലോ, ജനങ്ങളുമായിട്ടുള്ള ഏറ്റുമുട്ടലല്ലേ. ജനമാണോ വലുത്, ഇവരാണോ വലുത് എന്നല്ലേ തീരുമാനിക്കപ്പെടാൻ പോകുന്നത്. ജനം കഴുതയാണ്, പൊതുജനം കഴുത എന്ന് പറയുന്ന ആ ഇക്വേഷൻ നിലമ്പൂരിലെ പച്ചയായ മനുഷ്യർ പാവപ്പെട്ടവരാ. ആ പച്ചയായ മനുഷ്യരത് തിരുത്തുമെന്ന് ഉറപ്പല്ലേ. വലിയ ഭൂരിപക്ഷത്തിനും ജയിക്കും. വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു നിലമ്പൂരിൽ നിന്ന് അഷ്കർ അലി കരിമ്പയും റോഷിബാലും. ഗുഡ് ഈവനിംഗ് ഗൈസ്. ആദ്യം അഷ്കർ അലി കരിമ്പയിലേക്ക്. അഷ്കർ അലി കരിമ്പ, PV അൻവർ ഇന്ന് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനാ വേളയിലടക്കം വളരെ സജീവത തന്നെ അവിടെ ഉണ്ടായിരുന്നു. നമ്മളൊരു 2011 മുതലുള്ള കാലമെടുത്ത് നോക്കിയാൽ ഇതാദ്യമായിട്ടാണ് അൻവർ ഈ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയ്ക്കൊക്കെ പോയി ഒപ്പമിരിക്കുന്നത്. ഒരു തരത്തിലുള്ള അട്ടിമറിക്കും സാധ്യത ഇല്ലാതാക്കുക, അതോടൊപ്പം മത്സരത്തിൽ ശക്തമായി തന്നെ മുന്നോട്ട് പോവുക. പ്രചാരണം തുടരുകയാണോ അൻവർ? അഷ്കർ അലി. തീർച്ചയായും. കാരണം 2011 മുതൽ കഴിഞ്ഞ 6 തെരഞ്ഞെടുപ്പുകൾ PV അൻവർ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ഇതാദ്യമായാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടി PV അൻവർ എത്തുന്നത്. അത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിൽ അട്ടിമറി സാധ്യത ഉണ്ട് എന്ന് ഉള്ള ഒരു പരാതിയാണ് PV അൻവർ ഉന്നയിച്ചത്. എന്തായാലും അട്ടിമറി സാധ്യതയൊന്നും ഉണ്ടായില്ല. PV അൻവറിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയുള്ള പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ PV അൻവർ നിലമ്പൂരിൽ മത്സരിക്കുകയും ചെയ്യും. അതേസമയം തൃണമൂലിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള PV അൻവറിന്റെ നീക്കം പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത പാർട്ടി, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിലൊരു സംസ്ഥാന പാർട്ടി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ പാർട്ടി രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. അത് രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഔദ്യോഗിക ചിഹ്നം പാർട്ടിക്ക് ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് PV അൻവറിന്റെ ആ നാമനിർദ്ദേശ പത്രിക തള്ളുന്ന ഒരു സാഹചര്യം ഈ ഘട്ടത്തിൽ ഉണ്ടായത്. എന്തായാലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവർ മത്സരിക്കും. 3 ചിഹ്നങ്ങളാണ് ഇപ്പോൾ സാധ്യതയായി പരിഗണിക്കുന്നത്. ഒന്ന് ഓട്ടോറിക്ഷ ചിഹ്നവും, അതുപോലെ തന്നെ കത്രിക ചിഹ്നവും, കപ്പും സോസറും. ഈ 3 ചിഹ്നങ്ങളാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നൽകിയ നാമനിർദ്ദേശ പത്രികയിൽ PV അൻവർ പരിഗണിക്കാൻ നൽകിയിരിക്കുന്നത്. അതിൽ ഒന്നാമതായി നൽകിയിരിക്കുന്നത് ഓട്ടോറിക്ഷ ചിഹ്നമാണ്. അത് തന്നെ PV അൻവർ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം ആ ചിഹ്നത്തിൽ മത്സരിച്ചുകൊണ്ട് നേരത്തെ ഇവിടെ വിജയിച്ച സ്ഥാനാർത്ഥിയോടെയാണ് PV അൻവർ. മാത്രമല്ല ആ ഓട്ടോറിക്ഷ ചിഹ്നം അനുവദിച്ച് നൽകിയിട്ടുള്ള നിലവിലെ PJ ജോസഫിന്റെ ആ പാർട്ടി ഇവിടെ മത്സരിക്കുമെന്നില്ല. അപ്പോൾ സ്വാഭാവികമായും മുമ്പ് അവിടെ മത്സരിച്ച് ജയിച്ച സിറ്റിംഗ് MLA എന്നുള്ള നിലയിൽ PV അൻവർ ഓട്ടോറിക്ഷ ചിഹ്നം തന്നെ ലഭിക്കാൻ സാധ്യതയുമുണ്ട്. PV അൻവർ ക്യാമ്പും വ്യക്തമാക്കുന്നതും അത് തന്നെയാണ്. 2 തവണ PV അൻവർ നിലമ്പൂരിൽ മത്സരിച്ച് വിജയിക്കുന്നതും ഇതോ ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ്. അങ്ങനെയെങ്കിൽ ആ ഓട്ടോറിക്ഷ ചിഹ്നത്തിനുമായി വീണ്ടും PV അൻവർ എത്തുമ്പോൾ കൂടുതൽ വോട്ട് പിടിക്കാൻ അത് സാധ്യത ഉണ്ടാക്കുമെന്നുള്ള ഒരു കണക്കൂട്ടൽ തൃണമൂൽ ക്യാമ്പിനുണ്ട്. അതുകൊണ്ട് ഔദ്യോഗികമായി തൃണമൂലിനെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള സങ്കടമുണ്ടെങ്കിൽ പോലും ഓട്ടോറിക്ഷ ചിഹ്നം ലഭിച്ചാൽ അതും ഗുണകരമാകും എന്നുള്ള ഒരു സ്റ്റാൻഡിലാണ് ഇപ്പോൾ PV അൻവർ ക്യാമ്പ് നിൽക്കുന്നത്. എന്തായാലും അടിയൊഴുക്കുകളിൽ പ്രതീക്ഷ അർപ്പിച്ചു. അതല്ലാതെ സ്ഥിരമായി കൺവെൻഷനലായി നടന്നു വരുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതികളിൽ നിന്ന് മാറി വ്യക്തിപരമായ സന്ദർശനങ്ങളിലൂടെയും അടിയൊഴുക്കുകളിലുള്ള പ്രതീക്ഷ വെച്ചുമൊക്കെ തന്നെയാണ് PV അൻവർ ഈ ഘട്ടത്തിൽ പ്രചാരണം നടത്തുകയും ചെയ്യുന്നത്. വലിയ ആൾക്കൂട്ടമുണ്ട് ഇല്ല എങ്കിൽ പോലും തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ വരുമ്പോൾ തന്റെ വലിയ ആൾക്കൂട്ടമുണ്ടെന്ന്. നിലമ്പൂരിൽ മലപ്പുറത്തൊക്കെ മഴയുണ്ടോ? മഴക്കാലമാണ്, മഴക്കാലത്തുള്ള തെരഞ്ഞെടുപ്പാണ്. മഴയുണ്ടോ ഇന്ന്? കുടയൊക്കെ ചൂടി നിൽക്കുന്നു അഷ്കർ. തുടർച്ചയായി മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയുടെ മലയോര മേഖലയിൽ ഏറ്റവും ശക്തമായ മഴ ലഭിക്കുന്ന സൈലന്റ് വാലിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളടക്കം ഉൾപ്പെടുന്ന ഈ പശ്ചിമഘട്ട മലനിരയുടെ ഭാഗം കൂടിയാണ് നിലമ്പൂരിന്റെ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളും. അതുകൊണ്ട് ശക്തമായ മഴ ലഭിക്കുന്ന പ്രദേശമാണ്. ചില സമയങ്ങളിൽ ഇടപെട്ട് പെയ്യുന്നു എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ലൈവിൽ നിൽക്കുന്ന സമയത്ത് അതിശക്തമായ മഴയായിരുന്നു. പക്ഷേ അല്പസമയം കഴിയുമ്പോഴേക്കും ഇപ്പോൾ ഒരു നേരിയ ശമനമുണ്ട്. ചാറ്റൽ മഴയായി അത് മാറിയിട്ടുണ്ട്. പക്ഷേ ശക്തമായ മഴയാണ് ഈ നിലമ്പൂരിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ ഒരു പകൽ മാത്രമാണ് ഒരുപക്ഷെ ഒരു ശക്തമായ വെയിൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇനി 15 ദിവസമേ ഉള്ളൂ. 16-ാം
15ാമത്തെ ദിവസം പോളിംഗ് ബൂത്തിലേക്ക് നിലമ്പൂർ നീങ്ങുകയാണ്. ആ 15 ദിവസവും മഴ മാറി നിന്ന് തെളിഞ്ഞ കാലാവസ്ഥയും ഒപ്പം മഴ പെയ്ത കാലാവസ്ഥയും അതെല്ലാം ചേരുമ്പോഴും സ്ഥാനാർത്ഥികളുടെ പോരാട്ട ചൂടിന് ഒരു കുറവും ഉണ്ടാകില്ല. ഋഷിപാൽ, ഗുഡ് ഈവനിംഗ്. മഴയൊന്ന് തോർന്നു നിൽക്കുകയാണ്. UDFന്റെ നീക്കങ്ങൾ എങ്ങനെയാണ്? ആര്യടൻ ഷൗക്കത്തിനെ മുൻനിർത്തിക്കൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ഒന്നിച്ച് രംഗത്തിറങ്ങിയാലും PV അൻവർ അപ്പുറത്തുണ്ടാക്കുന്ന വെല്ലുവിളി മറികടക്കാൻ കഴിയുമോ എന്ന ആശങ്ക ഇപ്പോഴും ഉണ്ടോ UDFന്? ഗുഡ് ഈവനിംഗ് സുജയ പാർവതി. UDF നേതൃത്വം ഇന്നലെ ഈ കാര്യമാണ് ചർച്ച ചെയ്തത്. വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കാനുള്ള കാരണം PV അൻവർ ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളിയാകുന്നുണ്ടെങ്കിൽ അതെങ്ങനെ മറികടക്കാൻ കഴിയും എന്നതാണ്. കാരണം PV അൻവർ സ്ഥാനാർത്ഥിയായതോടെ ഇനി പോരാട്ടം കനക്കുമെന്ന വിലയിരുത്തലുണ്ട്. അൻവർ ഏതെങ്കിലും തരത്തിൽ UDFന് ലഭിക്കേണ്ട വോട്ടുകൾ സമാഹരിക്കുമോ എന്ന ആശങ്ക ഇപ്പോഴും നേതാക്കളെ അലട്ടുന്നുണ്ട്. പക്ഷെ അത് മറികടക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു കഴിഞ്ഞു എന്നാണ് നേതാക്കൾ വിശദീകരിക്കുന്നത്. ഒരു തരത്തിലും UDF വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താൻ PV അൻവറിന് കഴിയില്ല എന്ന ആത്മവിശ്വാസത്തോടെ തന്നെയാണ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. പക്ഷേ മുതിർന്ന നേതാക്കളടക്കം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തു തുടങ്ങി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഒപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, UDF കൺവീനർ അടൂർ പ്രകാശ്, ഇന്നു മുതൽ രമേശ് ചെന്നിത്തല മുഴുവൻ സമയം നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ PK കുഞ്ഞാലിക്കുട്ടി അടക്കം അവർ വന്നു പോകുന്നുണ്ട്. അങ്ങനെ UDFന്റെ എല്ലാ പ്രധാന നേതാക്കളും അവർ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കൃത്യമായി ഏകോപിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ UDFന് അധികാരത്തിലെത്തണമെങ്കിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ വലിയ വിജയം അനിവാര്യമാണെന്ന് നേതാക്കളൊക്കെ ഇന്നലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രഖ്യാപിച്ചതാണ്. അത് അണികൾക്ക് കൃത്യമായ സന്ദേശമാണ്. ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ വോട്ട് ചെയ്യേണ്ടത് UDFനാണെന്ന് വീണ്ടും വീണ്ടും നേതാക്കൾ പറയുന്നു. ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെതിരെയുള്ള വികാരം അത് വോട്ടാക്കി PV അൻവർ മാറ്റുന്നുണ്ടെങ്കിൽ അത് തടയുക എന്ന ലക്ഷ്യമാണ് UDF പ്രവർത്തകർക്കും നേതാക്കൾക്കുമുള്ളത്. അതുകൊണ്ട് ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. PV അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകാതെ PV അൻവർ ഉന്നയിച്ച രാഷ്ട്രീയം സജീവ ചർച്ചയാക്കി തന്നെ മുന്നോട്ട് പോവുകയാണ് UDF നേതൃത്വം. ഏതായാലും വരും ദിവസങ്ങളിൽ പ്രചാരണം കൂടുതൽ കൊഴുക്കും. അപ്പോൾ കൃത്യമായി വാശി ഉണ്ടാകും തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ തുടങ്ങിയിട്ടേയുള്ളൂ, പൊതുപ്രചാരണം തുടങ്ങിയിട്ടേയുള്ളൂ. വരും ദിവസങ്ങളിൽ PV അൻവർ അടക്കം മറ്റ് സ്ഥാനാർത്ഥികൾ കൂടി, ഇപ്പോൾ UDFന്റെ LDFന്റെ സ്ഥാനാർത്ഥി മാത്രമാണ്, മറ്റ് സ്ഥാനാർത്ഥികൾ കൂടി സജീവമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ വാശിയേറിയ പോരാട്ടമാണ്. പരസ്യ പ്രചാരണം ഇനി 15 ദിവസം മാത്രമാണുള്ളത്. 19-ന് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഏതായാലും മഴ ഇടയ്ക്ക് മാത്രമാണ് നേരത്തെ പറഞ്ഞതുപോലെ. ഇന്നലെ കഴിഞ്ഞ 2 ദിവസം ഇവിടെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. രാഷ്ട്രീയത്തിൽ ആ തെളിഞ്ഞ കാലാവസ്ഥ ആർക്കാണുണ്ടാവുക എന്നതറിയാൻ നമുക്ക് കാത്തിരിക്കാം. കലങ്ങിമറിഞ്ഞ രാഷ്ട്രീയ കാലാവസ്ഥയിൽ നിന്ന് തെളിഞ്ഞ കാലാവസ്ഥയിലേക്ക് വോട്ടെണ്ണുമ്പോഴേക്കും എത്തുമ്പോൾ ആര് ചിരിക്കുമെന്നറിയാൻ നമുക്കും കാത്തിരിക്കാം.